ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തിരുവാണിയൂരാണ്. തിരുവാണിയൂർ 19 വർഷക്കാലമായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കമ്പനിയുടെ പേര് പോലെ തന്നെയാണ് കമ്പനിയുടെ പ്രോഡക്റ്റും. ഈസി കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ എൽദോയാണെന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. എൽദോ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. നല്ല വിശേഷം. എൽദോ നല്ല ഉഷാറിലാണല്ലോ. ഉഷാറിലാണ്. എപ്പോഴും നമ്മൾ ഉഷാറിലാണ്. നമ്മുടെ ബിസിനസ്സും അതുപോലെ തന്നെ. നമ്മുടെ ബിസിനസ്സും അതേപോലെ അല്ലേ? അതായത് ആ പേര് തന്നെ ഉണ്ട്, ഈസി ആക്കുക. എന്താണ് ഈ ഈസി എന്നുള്ളൊരു ഉദ്ദേശിക്കുന്ന പേരിൽ? ഈസി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന മനുഷ്യൻ്റെ ജീവിതങ്ങൾ എത്രമാത്രം ഈസി ആക്കാൻ പറ്റുമോ അത്ര ഈസി ആക്കുക. അതാണ് നമ്മുടെ മെയിൻ കൺസെപ്റ്റ്. അതാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ പ്രോഡക്റ്റും. നമ്മൾ ഇറക്കുന്ന ഓരോ പ്രൊഡക്റ്റുകളിലും ആ ഈസി ഉണ്ടാവണം. ആൾക്കാർക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണം, ഉപകാരപ്രദമാവണം. അത് വിലയിലും മറ്റേ നമ്മുടെ ക്വാളിറ്റിയിലും ഈസിയാണ്. അതാണ് ഈസി അല്ലേ? അതെ. എത്ര വർഷമായി എൽദോ ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇപ്പം നമ്മൾ 19ാമത്തെ വർഷമാണ് ഇപ്പോൾ നമ്മൾ. ഇപ്പോൾ ഈ വർഷം 2025 എന്ന് പറയുമ്പോൾ 19 വർഷം സക്സസ്ഫുള്ളായിട്ട് പോകുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സക്സസ് ആയിട്ട് പോകുന്നു. ഈസി ആണ് നമ്മളുടെ കമ്പനിയുടെ ബ്രാൻഡ് നെയിം. ഈസി പ്രൊഡക്ട്സ്. ഇതിൻ്റെ അഡ്രസ്സ് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് ഷെയർ ചെയ്താൽ. നമ്മൾ എറണാകുളം ജില്ലയിൽ തിരുവാണിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഈസി പ്രൊഡക്റ്റ് കമ്പനി വർക്ക് ചെയ്യണേ. അവിടെ തന്നെ മാനുഫാക്ചറിങ് ഓരോ പ്രൊഡക്റ്റുകളും നമ്മൾ തന്നെ ഇന്നോവേറ്റ് ചെയ്യുന്നു. അത് വേൾഡിൽ വരുന്നതിൽ നിന്ന് എന്തെല്ലാം വ്യത്യാസങ്ങൾ വരുത്തി ജനത്തിന് പ്രയോജനകരമായിട്ട് ഇറക്കാൻ പറ്റുമോ? സിമ്പിളായിരിക്കണം, അതേപോലെ പ്രയോജനപ്പെടുകയും ചെയ്യണം. അപ്പോൾ ആ ക്വാളിറ്റി നിലനിർത്തി, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ പ്രൊഡക്റ്റുകൾ ഇറക്കി ആളുകൾക്ക്, വാങ്ങുന്നവർക്ക് അത് ഹാപ്പി ആയിട്ട് ഉപയോഗിക്കത്തക്ക രീതിയിൽ, എല്ലാ കാര്യങ്ങളിലും അവർ ഹാപ്പി ആവത്തക്ക രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഇറക്കുന്നത്. അതാണ് ഈസിയുടെ ഈ കമ്പനിയുടെ ഒരു പ്രത്യേകത അല്ലേ? നമ്മൾ ഈസി പ്രൊഡക്റ്റിൻ്റെ ഏത് പ്രൊഡക്റ്റിനും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കൊണ്ട് ഒരു കംപ്ലൈൻറ്റ് ആണെങ്കിൽ നമ്മുടെ കമ്പനിയെ ബേസ് ആയിട്ടുള്ള എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണെങ്കിൽ മാത്രം നമ്മളത് ഫ്രീ സർവീസ് അല്ലാത്തതിന് സർവീസ് ചെയ്ത് കൊടുക്കും, കാശ് കണ്ടുവരും. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. എത്ര ടൈപ്പ് ഐറ്റംസ് ഉണ്ട് നമുക്ക്? ഇപ്പം നമ്മൾ ആദ്യം ഈസി ലാഡർ, അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ഈസി തോട്ടി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്, അത് ഏകദേശം ഒരു 2-3 വർഷത്തോളം സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് ഈസി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഇറക്കുന്നത്. ഇപ്പോൾ ഏകദേശം 16 വർഷമായി ആ പ്രൊഡക്റ്റ് നമ്മൾ ഈസി തോട്ടി. അത് ഇന്ത്യയിൽ തോട്ടി എന്നുള്ള പേര്, ഒഫീഷ്യൽ ഒരു പേര് വേണം ഒരു പ്രൊഡക്റ്റ്. അത് ഒഫീഷ്യലായിട്ട് കൊടുക്കണം നമ്മളത് ഒഫീഷ്യൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കി തോട്ടി എന്നുള്ള പേര് കൊടുത്തുകൊണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് ചെന്ന് ഗവൺമെൻറ്റിൽ അതിൻ്റെ പേപ്പറുകൾ കൊടുത്ത് നമ്മൾ ബില്ലിൽ എഴുതണമെങ്കിൽ അതിനൊരു നെയിം വേണം. അത് ഇന്ന പ്രൊഡക്റ്റാണ്, ഇത് ഇന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നൊക്കെ കാണിച്ച് തീരുപരമായിട്ട് അത് ചെയ്ത് 16 വർഷം മുമ്പ് ഇറക്കിയ പ്രൊഡക്റ്റാണ് ഈസി തോട്ടി എന്ന് പറയുന്നത്. ഈസി തോട്ടി ഇപ്പോൾ വാങ്ങിയിട്ടുള്ള ആളുകളെല്ലാം നമ്മുടെ അഭിപ്രായത്തിൽ എനിക്ക് കിട്ടുന്നതനുസരിച്ച് 99.99% ആൾക്കാർ ഹാപ്പിയാണ് ആ പ്രൊഡക്റ്റിൽ. അതിൽ തന്നെ ഭയങ്കര സന്തോഷമുള്ള. അത് എൽദോന് ഇത് പറയുമ്പോൾ തന്നെ മനസ്സിൽ നല്ലൊരു എന്താ പറയുക, ഒരു കോൺഫിഡൻസ്. അതെ, ആ ഒരു സന്തോഷം അല്ലേ? അത് തന്നെയല്ലേ നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽ അതിൻ്റെ ക്വാളിറ്റി അല്ലേ? കാരണം നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നു, കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുന്നു, ആ കാശ് കൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നു. ഞാൻ, എൻ്റെ ഫാമിലി, എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാം ആ പൈസയിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അവരതിനകത്ത് ഹാപ്പി ആകുമ്പോഴാണ് നമുക്ക് ആ ഫുഡ് കഴിച്ചതിലുള്ള നമ്മുടെ ഹാപ്പിനെസ്. നമ്മളതിനകത്ത് ഓക്കെ ആവണം, അന്നേരമാണ്. അത് നമുക്ക് ഇപ്പോഴും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് തോട്ടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈസി തോട്ടി തന്നെ ഈസി ട്രീ കട്ടർ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റും അതിനുശേഷം നമ്മൾ ഇറക്കി. ഈസി തോട്ടി 2-3 ടൈപ്പാണ് ഇപ്പം നിലവിൽ. അത് നമുക്ക് 4 അടി ചുരുക്കി വെച്ചിട്ട് 11-12 അടിക്ക് എടുത്ത് പോകുന്നത്, 6 അടി ചുരുക്കി വെച്ച് 18 അടിക്ക് എടുത്ത് പോകുന്നത്, 12 അടി ചുരുക്കി വെച്ച് 24 അടിക്ക് എടുത്ത് പോകുന്നത്. അപ്പോൾ അതിനുശേഷം ഇറക്കുന്ന പ്രൊഡക്റ്റാണ് ഈസി തോട്ടി. ഈസി തോട്ടി നമുക്ക് 3 ടൈപ്പാണ് മെയിൻ. അത് 4 അടി ചുരുക്കി വെച്ചിട്ട് ഒരു 11-12 അടിക്ക് അടുത്ത് നീളം പോകണം, 1 കിലോ താഴെ വെയിറ്റ് ഉള്ളത്. പിന്നെ 6 അടി ചുരുക്കി വെച്ചിട്ട് 18 അടിക്ക് അടുത്ത് നീളം പോകണം, 1 കിലോ മിനിസം വെയിറ്റ് വരുന്നത്. പിന്നെ 12 അടി ചുരുക്കി വെച്ചിട്ട് 24 അടിക്ക് അടുത്ത് നീളം പോകണം, 2 കിലോ മിനിസം വെയിറ്റ് വരുന്ന തോട്ടി.
ഇതിനകത്ത് നമുക്ക് 5 അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മാങ്ങ പറിക്കുമ്പോൾ നേരെ കയ്യിലേക്ക് വരുന്ന ഒരു നീളമുള്ള ഒരു ബാഗ്, അതൊരു യൂണീക്ക് പ്രൊഡക്റ്റാണ്. പിന്നെ അതേപോലെ പാത്തിയിൽ നിന്ന് കരിയില കോരി കളയുക, ലോകത്താരും ചെയ്യാത്തൊരു സംഭവം. കാരണം ഈ പാത്തി എന്ന് പറഞ്ഞാൽ എല്ലാം കരിയിൽ വീണ് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുന്നത്. അത് ഈസി ആയിട്ട് നിലത്ത് നിന്നുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും കോരി കളയാവുന്ന ടൈപ്പിലുള്ള അറ്റാച്ച്മെൻറ്റ്. പിന്നെ മാറാല തൂക്കുക, ഹൈറ്റുള്ള ബിൽഡിങ്ങിൽ മാറാല തൂക്കാൻ വേണ്ടി. അപ്പോൾ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് അവർക്ക് മാറാല തൂത്ത് കളയാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ അറ്റാച്ച്മെൻ്റ് ആയിട്ട് വേണം. പിന്നെ അരിവാൾ, തേങ്ങ, ചക്ക അറക്കി പറിക്കാനുള്ള, പിന്നെ പേരയ്ക്ക പൊട്ടിക്കാനുള്ള ഹുക്ക്, ഇങ്ങനെയുള്ള 5 അറ്റാച്ച്മെൻ്റാണ് അതിനകത്ത് വരുന്നത്. ഇപ്പം നമ്മൾ തോട്ടിനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്ത പ്രോജക്റ്റ്, ഇനി നമ്മൾ ചെയ്തിട്ടുള്ള വേറൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഈസി ഹോം ലിഫ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് താഴത്തെ നിലയിൽ നിന്ന് മേളിലത്തെ നിലയിലേക്ക് ആൾക്കാർക്ക് കയറി പോകാനുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവകൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഈസി ലിഫ്റ്റ് എന്ന് പറയുന്നത്, ഈസി ലിഫ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ വീടുകൾക്ക് മാത്രമുള്ളതാണ്. അതായത് നമ്മൾ അവിടെ ആ വീടുകളിൽ പോയിട്ട് നമുക്ക് എങ്ങനെയാണ് അത് വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് ഈസി ഹോം ലിഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുപോകത്തക്ക രീതിയിലുള്ളതായ, അതും ഈ ഇറക്കിയിട്ട് ഒരു 10-13 വർഷമായി ഈസി ട്രോളീസുകൾ, അതിനോടനുബന്ധമായിട്ടുള്ള മറ്റുള്ള ടൈപ്പ് ട്രോളികൾ, അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ രോഗികൾ എടുത്തുകൊണ്ട് പോകണം ഈസി പിക്ക് ചെയർ എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്നത്. അതിപ്പോൾ ഒരു വർഷത്തിന് മേളിലായിട്ടുണ്ട്. എന്നുവെച്ചാൽ കിടപ്പ് രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഈസി പിക്ക് ചെയർ എന്ന് പറയുന്ന ഒരു സംഭവം. അത് നമുക്ക് 2 ടൈപ്പാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേക്കണേ. ഒരെണ്ണം ഇറക്കിയിട്ട് 1 വർഷം കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള വേറൊരു ചെയറും കൂടി ഇറക്കിയിട്ടുണ്ട്. അത് കിടക്കുന്ന രോഗികളെയും കൂടി നമുക്ക് ഈസി ആയിട്ട് പൊക്കിക്കൊണ്ട് പോവാം. അത് നമുക്ക് വീടിൻ്റെ ഉള്ളിലും ഉപയോഗിക്കാം, വീടിൻ്റെ പുറത്തും ഉപയോഗിക്കാം. വണ്ടിയിലേക്ക് ആളെ കയറ്റുക, വണ്ടിയിലേക്ക് ഇറക്കാം. വെച്ചാൽ ഒരു കിടക്കണ രോഗീനെ ഒന്ന് പൊക്കി വേറെ സീറ്റിലേക്ക് മാറ്റി 3-4 ആൾക്കാർ പൊക്കി എടുത്തിട്ട് വേണം മാറ്റി വെക്കാൻ. അതല്ല, ഒരു കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ പോലും ഈസി ആയിട്ട് ഈ ബെഡിൻ്റെ അടിയിലേക്ക് വീൽ ചെയറിനെ കയറ്റിയതിന് ശേഷം പൊക്കി എടുത്തതിന് ശേഷം നമുക്ക് ബാത്റൂമിൽ കൊണ്ടുപോകുക, കുളിപ്പിക്കുക, അത്യാവശ്യം വീടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഒന്ന് കറക്കുക, അത്യാവശ്യം ഒന്ന് പുറത്ത് കൊണ്ടുപോകുക. കാരണം അവരെയൊക്കെ പുറത്ത് കൊണ്ടുപോകാൻ അവർ വെട്ടം കാണുന്നേ ഇല്ല. അല്ല, ശരിക്കും ആ ഒരു ഓപ്ഷൻ വലിയൊരു 4 ചുവരിൻ്റെ ഇടയ്ക്ക് ആളുകൾ പെട്ടുപോവാണ്. അവരും ഒന്ന് പൊക്കി എടുത്തുകൊണ്ടൊന്ന് പുറത്ത് പോയി ഒന്ന് ഫ്രഷ് എയർ അവർക്കൊരു എന്താ പറയുക, മൈൻഡ് ഫ്രീ ആവും. രോഗം പകുതി അവർക്ക് ഓക്കെ ആവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അത് നല്ല പ്രൊഡക്റ്റാണ്. അത് വീടിൻ്റെ ഉള്ളിലുള്ളതും പിന്നെ വീടിൻ്റെ പുറത്ത് ഉള്ളിലും ഉപയോഗിക്കാം, പുറത്തും കൊണ്ടാവുന്നത്. ഇത് 2 പർപ്പസ് ഉണ്ട് അല്ലേ? അത് തന്നെ 2 പ്രൊഡക്റ്റാണ്. ഒന്ന് വീടിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുക, ഒന്ന് വീടിൻ്റെ ഉള്ളിലും അതേ സമയത്ത് തന്നെ വണ്ടിയിലേക്ക് കയറ്റുക, ഇറക്കുക, അതേപോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും കൂടി വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഈസി പിക്ക് ചെയർ എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ചെയ്ത് വെച്ചത്. പിന്നെ നമ്മളിപ്പോൾ ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തലയിൽ വരുന്നത് പോലെ തന്നെ പല ആളുകളും പല ആവശ്യക്കാരാണ്. അപ്പൊ ആൾക്കാരുടെ, അതായത് കസ്റ്റമേഴ്സ് എന്താണ് ആവശ്യപ്പെടുന്നത് അല്ലേ, അത് നമ്മൾ പ്രാവർത്തികമാക്കാം, അതാക്കി അവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. എന്ന് കരുതിയിട്ട് ഇപ്പോൾ നമ്മളോട് ഒരാൾക്കൊരു പ്രൊഡക്റ്റ് വേണം എന്നും പറഞ്ഞ് വരുവാണ്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ നമുക്കൊരു ബിസിനസ്സും കൂടി വേണം. അല്ലാതെ നമുക്ക് ഇതിൻ്റെ പുറകെ ഇപ്പോൾ നമ്മൾ ഈവൻ തോട്ടിയാണെങ്കിലും ഓരോ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ ലക്ഷങ്ങളുടെ മുടക്കാണ്. നമുക്ക് തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല, വിജയിക്കുമോ ഇല്ലയോ എന്നറിയില്ല. വർഷങ്ങളോളം എഫേർട്ട് എടുത്ത് രാത്രി പകൽ ഉറങ്ങാതെ ടാസ്ക്കാണ്. അത് നമ്മൾ ചെയ്ത് തീർത്ത് അത് വരുമ്പോൾ നമുക്കും കൂടി അതിന് പ്രയോജനം കിട്ടണം. അത് മറ്റുള്ളവർക്കും കൂടി പ്രയോജനം ചെയ്യണം. ഇപ്പോൾ ഒരാൾക്കൊരു പ്രയോജനം ചെയ്തു എന്ന് കരുതി ആ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി നമ്മൾ അതിൻ്റെ പുറകെ പോയി എന്ന് വരില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ തന്നെ നമ്മളോട് പറയുകയാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടിയെങ്കിൽ വലിയ ഉപകാരമാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്യും. നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നത് പോലെ തന്നെ വേറൊരാൾക്കും കൂടി ഉപയോഗപ്പെടുമോ, അത് ഞാൻ ആ പ്രൊഡക്റ്റ് എഫേർട്ട് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കയ്യിലെത്തുമ്പോൾ അവർക്ക് എത്തിക്കാൻ പറ്റുമോ, അവർക്ക് ഉപകാരപ്പെടും. അങ്ങനെ നോക്കിയാലാണ് നമ്മളൊരു പ്രൊഡക്റ്റായിട്ട് അതിലേക്ക് പോകുന്നത്. എന്നാലാണ് നമുക്ക് കൊണ്ട് പറയാം. കാരണം നമുക്ക് നിലനിൽക്കണമല്ലോ. പിന്നെ അല്ല, എല്ലാവരും ബിസിനസ്സാണ്, നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഓരോരോ കാര്യങ്ങൾ. ഇതിന് മുമ്പ് എവിടെയായിരുന്നു? ഇതിനു മുമ്പ് ഞാൻ പഠിത്തം കഴിഞ്ഞ് ഞാനിവിടെ നമ്മുടെ റിഫൈനറിയിൽ കുറച്ച് നാളുണ്ടായിരുന്നു. കൊച്ചിൻ റിഫൈനറിയിൽ FACT കുറേ ആൾ ജോലി ചെയ്തു, കാർബൺ കെമിക്കലിൽ ചെയ്തു, പിന്നെ പോർട്ടസിൽ കുറേ ആൾ ചെയ്തു, പിന്നെ നമ്മുടെ ഷിപ്പ്യാർഡ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, പല മേഖലയിലും വലിയ കമ്പനികളിലൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് അമേരിക്കയ്ക്ക് ഒരു ചാൻസ് കിട്ടുന്നത്. അമേരിക്കൻ നേവി അവിടെ യുദ്ധക്കപ്പൽ ഉണ്ടാക്കുന്ന സെക്ഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകണം. അവരോട് വന്ന് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ കൊണ്ടുപോകണം. അങ്ങനെ 10 വർഷം അമേരിക്കയിൽ നേവിയുടെ യുദ്ധക്കപ്പൽ ഉണ്ടാക്കുന്ന സെക്ഷനിൽ ജോലി ചെയ്തു. അപ്പം ഇപ്പോൾ അമേരിക്കയിൽ പോയിട്ട് അവിടെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഷിപ്പ്യാർഡിലും FACTയിലും വർക്ക് ചെയ്തു, പല മേഖലയിലും വർക്ക് ചെയ്തു. അപ്പോൾ എത്ര വയസ്സിലാണ് ഇപ്പം നിങ്ങൾ? ഞാൻ ശരിക്കും അമേരിക്കയ്ക്ക് പോണത് 21 വയസ്സിൽ പോവാണ്.
അപ്പോൾ നമ്മൾ നമ്മുടെ പഠിത്തം കഴിഞ്ഞു, ഇത്രയും കമ്പനികളിലൊക്കെ മാറി മാറി നടന്നു. നമുക്ക് ഇന്ന കമ്പനി എന്നൊന്നുമില്ല. അന്ന് നമുക്ക് അന്നത്തെ ജീവിത കഷ്ടപ്പാടുകൾ, ഇന്നത്തെ ജീവിതമല്ല അന്നത്തെ ജീവിതം. തീർച്ചയായിട്ടും. അപ്പോൾ ആ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളിലും നമ്മൾ ഇന്ന കമ്പനിയിൽ ഇന്ന ജോലി എന്നുള്ള എന്ത് ജോലി കിട്ടിയാലും ചെയ്യും, ഏതിനെ വേണമെങ്കിലും പോകും, എന്തും ചെയ്യും. ആർക്കൊരു ഉപദ്രവമില്ലാത്ത ഏത് ജോലിയും നമ്മൾ ചെയ്യും. ഇപ്പോൾ ഒരു സ്ഥലത്ത് കമ്പനിയിൽ ഒരു ചെറിയ ജോബിന് എന്തെങ്കിലും ഒരു ഇത് വന്നാൽ ഉടൻ തന്നെ അടുത്ത കമ്പനി പിടിക്കുക, അവിടെ പോയി ജോലി ചെയ്യുക. അവിടെ എന്തെങ്കിലും പ്രശ്നം അടുത്ത കമ്പനി പോവുക. നമുക്ക് എല്ലാ കമ്പനികളും ആളുകളായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ്. നമ്മളൊന്ന് ഫ്രീ എന്ന് കേട്ടാൽ അപ്പം തന്നെ നമുക്ക് കോൾ വരികയാണ്, പോരെ 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 എന്ന് പറയുന്നു. അവരുടെ കൂടെ പോയി നമ്മൾ ജോലി ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ അമേരിക്കയിലേക്കുള്ള 21ാമത്തെ വയസ്സിലാണ് അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ചാൻസ് കിട്ടുന്നത്. നമ്മൾ അവരിവിടെ വന്നു ടെസ്റ്റ്. എത്ര വർഷം ഉണ്ടായി അമേരിക്കയിൽ? 10 വർഷം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് 10 വർഷം ആ അമേരിക്കയിലെ ജോബ് കഴിഞ്ഞിട്ടാണ് നമ്മൾ നാട്ടിലെത്തുന്നത്, സെറ്റിൽ ആകുന്നത്. നാട്ടിലേക്ക് വരുന്നത്, ഇവിടെ സെറ്റിലൊക്കെ ആവും. ഫാമിലി ആയിട്ട് ഇല്ല, ഞാൻ ഇവിടെ വന്നതിന് ശേഷം, ഞാൻ ഇപ്പോൾ 21 വയസ്സിൽ ഇപ്പോൾ ഏകദേശം 31 വയസ്സിൽ ഞാൻ തിരിച്ചു വന്നു. അതിന് ശേഷമാണ് ഞാനിവിടെ സെറ്റിൽ ആവുന്നത്. കല്യാണമൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് കഴിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞൊരു ബിസിനസ് അത് കഴിഞ്ഞാൽ നമുക്ക് ജീവിതം കരുപ്പിടിപ്പിച്ച് വന്നോലോ. അപ്പോൾ ഇതൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു തോട്ടി പ്രസ്ഥാനം അങ്ങനെ പറയാം? ധൈര്യമായിട്ട് പറയാം. എനിക്ക് ആഹാരം തന്നെ ഈ തോട്ടി എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പ്രത്യേകിച്ച് കേരളം തീരെ ചെറുതാണല്ലോ. ഞാനിതിപ്പോൾ ഇപ്പോഴാണല്ലോ ഈ നവമാധ്യമങ്ങളും ഈ ഓൺലൈൻ സിസ്റ്റം. അപ്പോൾ അതിനു മുമ്പ് ഒരു കാലത്ത് ഞാൻ എക്സിബിഷൻ, മലയാള മനോരമ അല്ലെങ്കിൽ മാതൃഭൂമി ഇങ്ങനെയുള്ളവരുടെയൊക്കെ എക്സിബിഷൻ വഴിയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളോടാണ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വർഷം നമ്മൾ ഫേസ് ടു ഫേസ് സംസാരിക്കും. അപ്പോൾ ചില എക്സിബിഷനിലൊക്കെ ചെന്ന് ഈ തോട്ടിയും പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആൾക്കാർ ഇതെന്ത് സാധനമാണ്, അപ്പോൾ ആളുകൾക്ക് ഇതറിയാലും വളഞ്ഞിരിക്കുന്ന സാധനം എന്നൊക്കെയാണ് സംഭവം അറിയില്ല. അപ്പോൾ ഇത് തോട്ടിയാണ്. അപ്പോൾ ചില ആൾക്കാർ തോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടികൊള്ളൂ കേട്ടോ. തോട്ടി എന്ന് പറഞ്ഞ അടികൊള്ളും. അത് ആ വേർഡിന് വേറൊരു മീനിങ് ഉണ്ട്. അപ്പം ഞാൻ അവരോട് ചേട്ടാ ഈ ആനയെ കണ്ടിട്ടുണ്ടാ, ആനേനെ കൺട്രോൾ ചെയ്യണ സാധനം ഏതാണെന്നറിയാം. അപ്പോൾ അവരൊരു തോട്ടി. അപ്പോൾ പിന്നെ അത് തോട്ടി എന്ന് പറയുമ്പോൾ ഇതിന് തോട്ടി എന്ന്. അപ്പോൾ ഇതിനകത്തൊരു ഹുക്കുണ്ട്. അപ്പം നമ്മൾ ഈ തോട്ടി ആദ്യം പറഞ്ഞില്ല, തിയറിപരമായിട്ട് തോട്ടി എന്നൊരു പേര് കൊടുക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു ഹിസ്റ്ററി ഉണ്ട്. എന്തിനാണ് അത് തിരഞ്ഞെടുത്തതെന്നുള്ളത്. അത് തോട്ടി എന്ന് പറഞ്ഞൊരു സ്ലാങ് ആണ്. അത് പല സ്ഥലത്തായിട്ട് മാറുമ്പോൾ ചില സ്ഥലത്ത് കൊക്ക, ചില സ്ഥലത്ത് തോട്ടി, ചില സ്ഥലത്ത് ഞോണ്ടി, ഇങ്ങനെ പല പേരുകളിലാണ് അറിയണം. അതിനെല്ലാം കൂടി ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇന്ന് തോട്ടി എന്നുള്ള പേര് പറഞ്ഞാൽ അടി കൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ വരെ ഇന്ന് തോട്ടി എന്ന് പറയാൻ തുടങ്ങി. ഈസി തോട്ടി എന്ന് തന്നെ പറയാൻ തുടങ്ങി ആൾക്കാർ. ആ രീതിയിൽ ആൾക്കാരുടെ ഇടയ്ക്ക് നമുക്ക് ആ പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റി. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയുമ്പോൾ തന്നെ ആൾക്കാർക്കൊരു എന്താ പറയാ, അവർക്കൊരു കോമഡി ആയിട്ട് തോന്നും അല്ലേ? പക്ഷെ പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സിലേക്ക് ഈ സാധനം ക്യാച്ച് ചെയ്യും. അത് വല്ലാത്തൊരു എന്താ പറയാ, എൽദോന്റെ ഒരു പ്രത്യേകത കണ്ടോ അല്ല? ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് തന്നെ തിരഞ്ഞെടുക്കാൻ കാര്യം അല്ലേ? അപ്പോൾ അമേരിക്കയിൽ ജോബ് കഴിഞ്ഞിട്ട് ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരാനായിട്ട് എന്താണ് അതിനൊരു? എൻ്റെ ജോബ് എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ മെക്കാനിക്കൽ ഈ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. മെയിൻലി നമ്മുടെ വെൽഡിങ് കണ്ടീഷനുകൾ. ഇപ്പോൾ നമ്മൾ ഈസി ലാഡർ ഫുള്ളി വെൽഡഡ് ആണെന്ന് പറഞ്ഞല്ലോ. എൻ്റെ ജോബ് എന്ന് പറഞ്ഞാൽ തന്നെ വെൽഡിങ് ബേസ്ഡ് ആയിട്ട് വെൽഡിങ് ആയിട്ടുള്ള ജോബാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാവുന്ന ജോബാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ അത് ചിലപ്പോൾ ഇച്ചിരി ശരീരം വേർക്കണമായിരിക്കും, മേത്തൊക്കെ പൊടി പറ്റണതായിരിക്കും. അപ്പോൾ ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് മാറ്റി വെച്ചിട്ട് അടുത്ത ജോബിലേക്ക് അല്ലെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ അത് ചെയ്യാന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം അതിനകത്ത് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചപ്പോൾ നമുക്ക് മറ്റുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യം ഇതാണ്. ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എസ്പെഷ്യലി നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഡിപ്പെൻഡ് ചെയ്തൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഇന്നിപ്പോൾ നമുക്ക് ആ പണിക്കാരുണ്ട്, അവരിൽ ആര് വന്നില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് വിഷയമല്ല, ഞാൻ ആ ജോബിലേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ ആദ്യ കാലത്തൊക്കെ ഇത് കൊടുക്കാനൊക്കെ ആയിട്ട് പോയപ്പോൾ ഷർട്ടൊക്കെ അങ്ങ് മാറിയിട്ടു, കാക്കി ഷർട്ട് എടുത്തിട്ടു, നമ്മുടെ വണ്ടി ഓടിച്ച് ഞാൻ തന്നെയാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോയത്. ആദ്യത്തെ എംപ്ലോയി ഞാൻ മാത്രമേ ഉള്ളൂ നമ്മുടെ കമ്പനിയിൽ. അപ്പോൾ നമ്മുടെ ശ്രീനിവാസന്റെ ഒരു റോളാണ് അല്ല, അത് നമുക്ക് ഇവിടെ നമ്മുടെ നാടിനെ സംബന്ധിച്ച് നിലവിലെ കണ്ടീഷനിൽ സർവൈവ് ചെയ്യണമെങ്കിൽ അതല്ലാതെ വേറെ യാതൊരു വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ആളുകളുടെ കൂടെ ഇപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ നമ്മുടെ പണിക്കാർ ഒരിത്തിരി സ്ലോ ആണ്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ലോ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പിറ്റേ ദിവസം ആ ജോബിൽ ഞാൻ അവരുടെ കൂടെ ഉണ്ട്. വെൽഡ് ചെയ്യണോ, ഗ്രൈൻഡ് ചെയ്യണോ, കട്ട് ചെയ്യണോ, ഞാൻ അവരുടെ കൂടെ നിൽക്കുകയാണ്. എന്നിട്ട് ഞാൻ മനസ്സിലായി എന്തുകൊണ്ടാണത് സ്ലോ ആയത്. അപ്പോൾ അതെനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അല്ല പണിക്കാരോട് നീ എന്ത് സ്ലോ ആയി പോയെന്നല്ല ചോദിക്കണേ. ചോദ്യമില്ല, ഞാൻ അവരുടെ കൂടെ ഒന്ന് പണിയും. അപ്പോൾ ഞാൻ പണിതപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തീർന്ന സാധനം ഇവർ പണിതപ്പോൾ അരമണിക്കൂർ കൊണ്ട് തീർന്നെങ്കിൽ ഞാൻ അവരോട് പറയില്ല സ്ലോ ആയിന്ന്. അവർക്ക് തന്നെ മനസ്സിലാവും ഞാൻ വന്ന് പണിതപ്പോൾ 10 മിനിറ്റ്, അപ്പോൾ അവർ പണിതപ്പോൾ അരമണിക്കൂറായി. അപ്പോൾ അത് ശരിയാവില്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലാവും. അവർ പിറ്റേ ദിവസം സ്വന്തമായിട്ട് അവർ തന്നെ തീരുമാനിച്ചു. അങ്ങനെയുള്ള നല്ല പണിക്കാരാണ് നമ്മുടെ കൂടെ. അത് ഏതിൻ്റെയും ഒരു വിജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ പണിക്കാരാണല്ലോ. അല്ല, അത് തന്നെയാണ് ഞാനിപ്പോൾ ചോദിച്ചു വരുന്നത്.
നമ്മുടെ ഏതൊരു കമ്പനിയുടെ മെയിൻ പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നമ്മുടെ ജോലിക്കാരാണ് അല്ലേ, എംപ്ലോയീസാണ്. അതായത് അവർ തൊഴിലാളിയോ മുതലാളിയോ എന്നുള്ള ഒരു ബന്ധമില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ എൽദോ ആണെങ്കിലും അതിൻ്റെ കൂടെ തിരുന്ന് ഇപ്പോൾ പറഞ്ഞ പോലെ കൂടെ ഇരുന്നിട്ട് വർക്ക് ചെയ്യും. അതെ, അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഒരു സപ്പോർട്ട് ചെയ്ത് നമുക്ക് കൊടുക്കും അല്ലേ. ഞാനിപ്പോൾ നമ്മുടെ എംപ്ലോയിയോട് പറഞ്ഞ ഈ കമ്പനിയുടെ ഒരു വരയുണ്ട്, ഒരു ലക്ഷ്മണരേഖ പോലത്തെ ഒരു വര ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഈ വരയുടെ കമ്പനിയുടെ ഉള്ളിട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തൊഴിലാളി ഇല്ല, മുതലാളിയില്ല. യെസ്, ഞാൻ തൊഴിലാളി, നിങ്ങളും തൊഴിലാളി, ഞാൻ മുതലാളി, നിങ്ങളും മുതലാളി. നിങ്ങൾ എന്നോട് കമാൻഡ് ചെയ്യുന്നു, ഞാൻ നിങ്ങളോട് കമാൻഡ് ചെയ്യുന്നു. ഒറ്റ ടീം വർക്കാണ് അവിടെ. തൊഴിലാളി എപ്പോഴും പറഞ്ഞ കാര്യമാണ്, കമ്പനിയുടെ ഒരു വിജയം എന്ന് പറയുന്നത് അതാണ് അല്ലേ. പിന്നെ അല്ലാണ്ട് ഒരു വ്യക്തി എന്ന് പറഞ്ഞ സാധനം കൊണ്ട് നമുക്ക് ഇത്രയും കെട്ടിപ്പോയത് ഒരിക്കലും പറ്റില്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളി കമാൻഡ് എപ്പോഴാണ് 10-40 വർഷമൊക്കെ എൻ്റെ കുഞ്ഞിലത്തെ കാര്യമാണ്. അന്ന് മുതലാളി റൂമിലേക്ക് ഇരുന്ന് അങ്ങ് കമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുമായിരുന്നു. ഇന്ന് ആളുകൾ എംപ്ലോയി കമാൻഡ് ചെയ്യും, മുതലാളി ജോലിയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നേരെ തിരിഞ്ഞൊരവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ വേറൊരു കാര്യം കൂടി, ഇപ്പോൾ ഇപ്പോൾ ഒരു 19 വർഷമായിട്ട് ഇപ്പോൾ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളികൾ വർക്ക് കുറവാണ് ഇപ്പോൾ അല്ലേ. മലയാളി വർക്ക് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ അതായത് 10 വർഷം ഞാൻ അമേരിക്കയിൽ ജോലി ചെയ്താൽ ഞാൻ ഒത്തിരി ലോകത്തുള്ള ഒരുമാതിരി എല്ലാ ആൾക്കാരും അമേരിക്കയിലുണ്ട്. അവരുടെ എല്ലാവരുടെയും കൂടെ ജോലി ചെയ്യാൻ പറ്റും. ഞാനൊരു 15 സ്റ്റേറ്റിൽ ഒരു 10-25 കമ്പനിയിൽ മാറി ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഞാൻ തന്നെയല്ല, ഞങ്ങളുടെ കൂടെ ഒരു ടീം ഉണ്ടായിരുന്നു. ലോകത്തുള്ള ഏത് ആളുകൾ ചെയ്യണേക്കാളും ഒരു പടി മുമ്പിലായിരിക്കും മലയാളിയുടെ വർക്ക്, യാതൊരു സംശയമില്ല. എൻ്റെ എക്സ്പീരിയൻസ് അതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ആദ്യം ചെയ്ത ലാഡർ എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ പല വെറൈറ്റി ലാഡറുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ മൾട്ടിപർപ്പസ് ലാഡറാണ് നമ്മൾ അലൂമിനിയത്തിൽ ചെയ്യണത്. അത് അല്പം എക്സ്പെൻസീവാണ്, കാരണം അലൂമിനിയം വെൽഡിങ് എക്സ്പെൻസീവ് കാര്യമാണ്. അത് വെച്ചുകൊണ്ട് തന്നെ ആ ലാഡറുകൾക്കും അല്പം എക്സ്പെൻസീവാണ്, കോമൺ വിപണിയിൽ വരുന്നതിനേക്കാൾ എക്സ്പെൻസീവാണ്. അപ്പോൾ അതിനോട് അതേ ക്വാളിറ്റി തന്നെ കീപ്പ് ചെയ്യും, വില കുറഞ്ഞതുമായിട്ടുള്ളതായ ലൈറ്റ് വെയിറ്റ് GI ടൈപ്പ് ലാഡർ നമ്മൾ ചെയ്യുന്നുണ്ട്. അതാണെങ്കിലും മുടക്കണ പൈസയ്ക്ക് വർത്തിനായിട്ട് 10 ഇരട്ടി വർത്തായിട്ട് ഒരു ആൾക്ക് ഉപയോഗിക്കാവുന്ന പ്രൊഡക്റ്റാണ്. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ലാഡറിൽ തന്നെ വലിയ പള്ളികൾ, ഹാളുകൾ, ഓഡിറ്റോറിയങ്ങൾ, അത് നമുക്ക് 45 അടി വരെ കൈയെത്തിക്കാവുന്നത്, 30 അടി വരെ കൈയെത്തിച്ച് വർക്ക് ചെയ്യാവുന്നത്, അങ്ങനെയുള്ള സേഫ്റ്റി ആയിട്ടുള്ള ടവർ ലാഡർ എന്ന് പറഞ്ഞ ലാഡർ ചെയ്യുന്നുണ്ട്. പിന്നെ ആറ്റിക് ലാഡർ എന്ന് പറഞ്ഞ ലാഡർ ഉണ്ട്, അതായത് മച്ചിൻ്റെ മേളിൽ കയറി പോകും. ഇപ്പോൾ നമ്മളത് ലാസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ ഫ്ലൈറ്റുകളെ കൺട്രോൾ ചെയ്യുന്ന ATS ടവർ എന്ന് പറഞ്ഞ ടവറുണ്ട്. അതിൻ്റെ മേളിൽ ഒത്തിരി ആൻറ്റിനകളുണ്ട്. ഈ ആൻറ്റിന ബേസ് ചെയ്തിട്ടാണല്ലോ അവർക്ക് സിഗ്നൽ കിട്ടുകയും അവർ ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് അവർക്ക് ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സർവീസ് ചെയ്യാനോ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു ലാഡർ, അത് മോട്ടറൈസ്ഡ് ലാഡറാണ്. നമ്മളൊരു സ്വിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സീലിംഗിൽ നിന്ന് ആ ലാഡർ ഇറങ്ങി വരും. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് അത് മടക്കി നീട്ടി വെച്ചിട്ട് നമ്മൾ കയറിപ്പോയി അവിടുത്തെ വർക്കൊക്കെ ചെയ്ത് തീർത്തതിന് ശേഷം വീണ്ടും നമ്മളത് മടക്കി വെക്കുക, സ്വിച്ച് ഇട്ട് കൊടുക്കുക, നേരെ സീലിംഗിൽ പോയി അടഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് ഒരിക്കലും അവിടെ ലാഡർ ഉള്ളതായിട്ട് പോലും തോന്നത്തില്ല. അതൊരു നമ്മുടെ നാട്ടിലില്ലാത്തൊരു പ്രൊഡക്റ്റാണ്, അധികം ഇല്ലാത്ത സാധനം. പിന്നെ അതേപോലെ തന്നെ ലാഡറിൻ്റെ സെക്ഷനിൽ നമ്മൾ ഈ പാനലുകൾ, അതായത് നമ്മുടെ ഈ സോളാർ പാനലുകൾ ആളുകൾക്ക് മേളിലേക്ക് കയറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു പാടാണ്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ മോട്ടറൈസ്ഡ് സിസ്റ്റത്തിലൂടെ സോളാർ പാനലുകൾ ഈസി ആയിട്ട് മേളിലെത്തിക്കുക. പിന്നെ അവർക്ക് വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ വേണമെങ്കിൽ അതെല്ലാം മോട്ടറൈസ്ഡ് ആയിട്ട് മേളിൽ കയറ്റുക. അപ്പോൾ നമ്മൾ കെട്ടി വലിച്ച് കയറ്റേണ്ട കാര്യമില്ല. ഈസി ആയിട്ട് അവർക്ക് ഈ മോട്ടർ സ്വിച്ച് ഇട്ട് കൊടുത്താൽ മതി. മോട്ടർ ബേസിൽ മേളിൽ കയറ്റുക, മേളിൽ നിന്ന് എന്തെങ്കിലും താഴെ ഇറക്കാണ്ട് ഇറക്കുക. അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ലാഡർ സെക്ഷനിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ലാഡർ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു നമുക്ക് ഒരാൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് പ്രയോജനം ചെയ്യും. അവരെപ്പോലെ തന്നെ മറ്റൊരാൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കും. അതിനകത്ത് എത്ര നഷ്ടം വന്നു, എത്ര ലാഭം വന്നു, എന്തോരം പുറകെ പോയി ടൈം, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് സംഭവം നമ്മൾ അതിൻ്റെ പുറകെ പോയി അത് സക്സസ് ആക്കി എടുക്കുകയാണ് നമ്മൾ. അതാണ് എൽദോന്റെ ഒരു ഈസി ആയിട്ട് നമ്മൾ ചെയ്തിട്ട് ആളുകൾക്ക് ഈസി ആക്കി കൊണ്ടുവരിക, അതിനെ ഈസി ആക്കി കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യം. അതാണ് ഈ 19 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. പിന്നെ പല മേഖലയിലും നമ്മൾ പിന്നെ അമേരിക്കയിൽ തന്നെ ജോലി ചെയ്തുകൊണ്ട് അവിടെയൊക്കെ ഒത്തിരി അഡ്വാൻസ്ഡ് ടെക്നോളജി, ഒത്തിരി സേഫ്റ്റി കാര്യങ്ങൾ, ഇതൊക്കെ വെച്ച് അതൊക്കെ നമ്മുടെ തലമുറ വെച്ചാൽ ഞാനും ഈ നല്ലൊരു പ്രായം 20-30 വയസ്സെന്ന് പറയുന്നത് ആ 10 വർഷം ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടൈമാണ്. ആ സമയം അവിടെ ആയിരുന്നല്ലോ. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഇഷ്ടംപോലെ കാര്യങ്ങൾ, ആ ഒരു പവറൊക്കെ ചെയ്യാൻ പറ്റി. അത് വലിയൊരു അനുഗ്രഹവും കാര്യമാണല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്ത് അങ്ങനെയാണ് വന്നത്. പിന്നെ അതുപോലെ തന്നെ എൽദോ, ഒരു ബിസിനസ്സുകാരന് വേണ്ട ക്വാളിറ്റി എന്തൊക്കെയാണ്? ഏറ്റവും നല്ല അത്യാവശ്യം വേണ്ട ക്വാളിറ്റി സിൻസിയർ ആയിരിക്കുക.
മനസ്സിലായിട്ടില്ല. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഒരാൾ മേടിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു കാര്യങ്ങൾ വന്നു, അവർക്ക് സപ്പോർട്ട് കൊടുക്കുക, എന്തെങ്കിലും ഒരു, കാരണം അവർ പൈസ കൊടുത്തിട്ടാണല്ലോ ഐറ്റം മേടിക്കുന്നത്, അവർ തന്നെ പൈസ കൊണ്ടാണല്ലോ നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ആ ഒരു വിചാരം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. നമ്മളാൽ എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്തു കൊടുക്കുക. അത് ഇപ്പം നമ്മുടെ പ്രൊഡക്റ്റിലെല്ലാം നമ്മുടെ ഫോൺ നമ്പർ, അതേപോലെ നമ്മുടെ ട്രേഡ് മാർക്ക് സീൽ ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം നമ്മുടെ പ്രൊഡക്റ്റിൽ എപ്പോഴും ഉണ്ടാവും. അത് മാഞ്ഞു പോകാത്ത രീതിയിൽ നമ്മൾ എൻഗ്രേവ്ഡ് പോലെ സീൽ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ആ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അവർക്ക് അപ്പം തന്നെ നമ്മളെ വിളിക്കാം. ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്തൊന്നും നോക്കേണ്ട കാര്യമില്ല. ഈസി പ്രൊഡക്റ്റ് എന്നും പറഞ്ഞ് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ എവിടെ അടിച്ചാലും അപ്പം തന്നെ നമ്മുടെ സകല ഡീറ്റെയിൽ എന്നും പറഞ്ഞ് ഇറങ്ങി എല്ലാ ഐറ്റംസും ഉണ്ടാവും. അവർക്ക് നമ്മുടെ ലൊക്കേഷൻ കിട്ടും. നമ്മുടെ കമ്പനിയിൽ വന്നാൽ നമ്മൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്, ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സിൻസിയറിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾ നമ്മുടെ അടുത്ത് വരും. പിന്നെ ക്വാളിറ്റിയുടെ കാര്യങ്ങൾ, പിന്നെ നമ്മുടെ വർക്കേഴ്സിനോടുള്ള നമ്മുടെ സമീപനം, നമ്മുടെ ഇപ്പോൾ പറഞ്ഞ തുടങ്ങിയ കാലം മുതലുള്ള ആളുകൾ തന്നെയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ള. ഹിന്ദിക്കാരൊന്നും നിലവിൽ നമ്മുടെ കൂടെയില്ല, എല്ലാം മലയാളീസ് തന്നെയാണ്. കാരണം ഇത് ഒത്തിരി ടെക്നിക്കൽ വർക്കാണ്. ഈ ടെക്നിക്കൽ വർക്ക് തല വേണം. അത് തന്നെയല്ല, ഹിന്ദിക്കാരെ നമ്മൾ 5, 6, 7 അല്ലെങ്കിൽ 1 വർഷം കൊണ്ടൊക്കെ പഠിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വന്നില്ല പരിപാടി. അപ്പോൾ അങ്ങനെ നമുക്കൊരു വലിയ നഷ്ടമാണ് ഒരാളെ ആക്കി എടുക്കാന്നാണ്. അവർ പോയി കഴിഞ്ഞാൽ പാടാണ്. അവിടെ ഇത്രയും ട്രെയിനിങ് കൊടുത്ത് നമ്മൾ അതൊരു സക്സസ്ഫുൾ ആക്കി എടുക്കുന്നതാണല്ലോ. അതന്നെ. അപ്പം അവരെ കൂടെ നമുക്ക് പറയാനില്ല, അവർ പോയിട്ട് തിരിച്ചു വന്നില്ല പരിപാടി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് നമ്മൾ മലയാളീസ് തന്നെ എടുക്കണം. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരെല്ലാവരും ഹാപ്പിയാണ്. ഇപ്പോൾ ഈ 19 വർഷമായിട്ടും കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. പിന്നെ നമ്മുടെ എൻ്റെ കൂടെ നിൽക്കുന്ന മെയിൻ എൻ്റെ ചേട്ടനാണ്, മൂത്ത ചേട്ടനുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ തന്നെയാണ്, ഫ്രണ്ട്സൊക്കെ തന്നെയാണ് നമ്മുടെ കൂട്ടത്തിലുള്ളവർ. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം? എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ പ്രൊഡക്റ്റിൽ 99.99% ആൾക്കാർ ഹാപ്പിയാണ്. 1% നമ്മൾ നോക്കണില്ല. കാരണം അത് നമുക്ക് മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഇതാന്ന് പറഞ്ഞാലും 1% ആൾക്കാർ എത്ര നല്ലത് കൊടുത്താലും അതിനെ മൈനസ് പറയാനായിട്ട് നെഗറ്റീവ് പറയാത്ത ഒരു ബിസിനസ് ഇല്ല. നെഗറ്റീവ് പറയും അതൊന്നും നമ്മൾ കെയർ ചെയ്യാം, അത് നമ്മളെ ബാധിക്കാറേ ഇല്ല. അതായത് പല മനുഷ്യരും പല സ്വഭാവക്കാരാണ് അല്ലേ? കസ്റ്റമേഴ്സിന് അത്രയും സാറ്റിസ്ഫാക്ഷൻ, ഒരു ഹാപ്പി ആയതുകൊണ്ടാണല്ലോ 19 വർഷം ഈ പ്രസ്ഥാനം റൺ ചെയ്തത്. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. കാര്യം എത്ര കോടി കൊണ്ട് വന്നാലും നമുക്ക് ഇങ്ങോട്ട് വരാതെ അങ്ങോട്ട് കൊടുത്ത് ഒരിക്കലും ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അല്ല, ഇതൊരു പ്രൊമോഷനായിട്ട് നമ്മൾ ചെയ്തിട്ടുമില്ല അല്ലേ? നമ്മള് മൗത്ത് പബ്ലിസിറ്റിയാണ് കൂടുതലും. നമ്മൾ ആദ്യം പറഞ്ഞത്, നമ്മൾ എക്സിബിഷൻ കാലത്ത് ലക്ഷക്കണക്കിന് ആളുകളോട് ഫേസ് ടു ഫേസ് സംസാരിച്ചിട്ടുള്ള കാര്യം, അന്ന് നമുക്ക് ഇത് കൊടുക്കാനുള്ള വകുപ്പൊന്നുമില്ല. ഇത് അഡ്വർടൈസിംഗ്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ വന്നപ്പോൾ അതിന്റെ നേരെ തിരിഞ്ഞു. അപ്പോൾ ബിസിനസ്സിലേക്ക് കൂടുതൽ വ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ തുടങ്ങിയ കാലം മുതൽ തന്നെ നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ സോഷ്യൽ മീഡിയ പണ്ടത്തെ പോലെ സോഷ്യൽ മീഡിയയിൽ ചെയ്യുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യത്തിൽ ജെന്യൂനിറ്റി വേണം, ക്ലിയർ ആയിരിക്കണം ആളുകളുടെ. അല്ലെങ്കിൽ അവർ കയറി ഉടൻ തന്നെ അത് മോശമാണെന്നുള്ള അഭിപ്രായം നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കും അത്. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ആൾക്കാരും എപ്പോഴും പോസിറ്റീവ് തന്നെ പറയണമെന്നില്ല. ഇപ്പം എൻ്റെ മനസ്സിൽ, അതായത് ഇപ്പോൾ ഈ തോട്ടി വാങ്ങിച്ചിട്ട് തന്നെ ആൾക്കാർ പറയുന്നുണ്ട്, തോട്ടി കിട്ടണ വഴിക്ക് അത് പ്രശ്നമുണ്ട്, ഇത് പ്രശ്നമുണ്ട്. പക്ഷേ അത് 10 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം അവന് ഉണ്ടാവില്ല. അങ്ങനെ കിട്ടണ വഴിക്ക് തന്നെ ഒരു പുതിയ പ്രൊഡക്റ്റ് കിട്ടണ വഴിക്ക് തന്നെ നമ്മുടെ മനസ്സിലുള്ളത് പോലെ എക്സ്പീരിയൻസ് ഇല്ല. നമ്മളിപ്പോൾ തന്നെ ഒരു പുതിയ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വണ്ടിയായിട്ട് ചേരണമെങ്കിൽ ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും എടുക്കും. എത്ര വലിയ ഡ്രൈവർ ആണെങ്കിലും ആ വണ്ടിയിലേക്ക് ചേരണമെങ്കിൽ ഒരാഴ്ചയെങ്കിലും എടുക്കണം. എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ തന്നെ നമ്മളത് ഉപയോഗിക്കുക, അതിന് സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് ചോദിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ആഴ്ച കഴിയുമ്പോഴത്തേക്ക് അവനത് പഠിക്കും. ചില ആൾക്കാർ അങ്ങനെയല്ല, കിട്ടണ വഴിക്ക് അവരുടെ മൈൻഡിലുള്ള കാര്യം അതേപോലെ തന്നെ കിട്ടിയില്ലെങ്കിൽ അപ്പം തന്നെ അത് കൊള്ളത്തില്ല, അത് ബാഡാണ്, അത് മോശമാണെന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ട് ഇടുന്ന ആൾക്കാരുണ്ട്. അവരൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറേ ഇല്ല. ആ സമയം അവൻ വാങ്ങിച്ച് കുറേ നാൾ ഉപയോഗിച്ചു, അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ ചെയ്ത് കൊടുക്കാം, നമ്മൾ ചെയ്ത് കൊടുക്കും. നമ്മുടെ കമ്പനിയിൽ ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ കമ്പനിയിൽ പ്രൊഡക്റ്റിന് പ്രോബ്ലം എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അതിന് പ്രോബ്ലം ഇല്ലാത്ത, കംപ്ലയിൻ്റ് ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ലോകത്ത് ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. ഒരിക്കലും ഒരു മനുഷ്യൻ ഉണ്ടാക്കിയിട്ടില്ല. ആകെ ഉണ്ടാക്കിയേക്കണേ പറഞ്ഞിട്ടുള്ളത് ടൈറ്റാനിക് മാത്രമേ ഉള്ളൂ. വേറെ ഒരാൾ ഇനി കംപ്ലയിൻ്റ് ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ പ്രൊഡക്റ്റിലും കംപ്ലയിൻറ്റുകളുണ്ട്, ഉണ്ടാവണം. ആ പ്രൊഡക്റ്റുകൾ നമ്മൾ നമ്മുടെ അടുത്ത് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മളത് അവർക്ക് വേണ്ടി സർവീസ് ചെയ്ത് കൊടുക്കും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മുടെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കൊണ്ടാണ് കംപ്ലയിൻ്റെങ്കിൽ നമ്മളത് ഒരു പക്ഷേ ഫ്രീ കൊടുക്കും, അല്ലാത്തതാണെങ്കിൽ കാശ് തരേണ്ടവരും സർവീസ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഇത്ര നേരം സംസാരിച്ചിരുന്നത് നമ്മുടെ കമ്പനിയിലുള്ള എന്താ പറയുക പ്രൊഡക്ട്സും കമ്പനിയെക്കുറിച്ചൊക്കെ ആയിരുന്നു നമ്മളിന് ഇത്ര നേരം സംസാരിച്ചിരുന്നത്. ഇനി നമുക്ക് ഫാമിലിയിലേക്ക് കിടക്കാം. ആരൊക്കെയുണ്ട് ഫാമിലിയിൽ? ഇപ്പം നമുക്ക് നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ വൈഫ്, 3 കുട്ടികൾ. വൈഫ് നേഴ്സായിരുന്നു, നമ്മുടെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നേഴ്സായിരുന്നു. നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ കുട്ടി ഉണ്ടായതോടുകൂടി ജോലി നിർത്തി.
പിന്നെ അതിനേക്കാളും വലിയൊരു ജോലിയായിട്ട് വീട്ടിൽ കൂടി. കാരണം 3 മക്കളുണ്ട്. ഈ 3 മക്കളെ നോക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് ഭയങ്കര ജോബാണ്. അത് നമ്മൾ എത്ര ആണുങ്ങൾ കിടന്ന് കുസ്തി പിടിച്ചിട്ടൊന്നും കാര്യമില്ല, അത് പെണ്ണുങ്ങൾ തന്നെ നോക്കണം. അപ്പോൾ അതുകൊണ്ട് വേറെ ജോബുകൾ, ഔട്ട്സൈഡ് ജോബില്ല, ഔട്ട്സൈഡ് ജോബിനേക്കാളും വലിയൊരു ജോബായിട്ട് വീട്ടിൽ തന്നെയുണ്ട്. പിന്നെ കമ്പനിയിൽ നമ്മുടെ ഹെൽപ്പ് ചെയ്യും, കണക്ക് മറ്റുള്ള കാര്യങ്ങളെല്ലാം. ഞാനത് തന്നെയാണ് ചോദിച്ചിട്ട് വരുന്നത്, എത്രത്തോളമാണ് ഫാമിലിയുടെ സപ്പോർട്ട്? 100% സപ്പോർട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിപ്പോൾ വൈഫിൻ്റെ മാത്രമല്ല, നമ്മുടെ മക്കളാണെങ്കിലും ഇപ്പോൾ നമുക്കിതെല്ലാം നമ്മൾ ഓൺലൈൻ വഴിയാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2-3 ഫോണൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് വർക്ക് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം നമ്മൾ ജോലി കഴിഞ്ഞ് വന്ന വഴിക്ക് നമ്മുടെ മക്കൾ റെഡിയാണ്, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ. അവർ ഫോൺ എടുക്കുന്നു, ഭയങ്കര സപ്പോർട്ടാണ്. വരുന്നു അപ്പം തന്നെ വാട്സപ്പ് എടുക്കണു, കോളുകൾ നോക്കണു, കോളുകൾ സംസാരിക്കും. അവർ 3 മക്കളും അവർ ഡീൽ ചെയ്യും, എല്ലാം കസ്റ്റമറോട് സംസാരിക്കും. അതേപോലെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അവർ 3 പേരും 3 പെൺമക്കളാണ്, 3 പേരും ഭയങ്കര സപ്പോർട്ടാണ്. ഒരാൾ 6ൽ പഠിക്കണു, ഒരാൾ 8ൽ പഠിക്കണു, ഒരാൾ +1 പഠിക്കണു. ഈ പഠിത്തത്തിന്റെ ടൈമിൽ തന്നെ അവരും ബിസിനസ്സിലേക്ക് അവർ നല്ല ഹെൽപ്പാണ് അല്ലേ. അതിപ്പോൾ ഇനിയിപ്പോൾ 2 മാസം അവധിയൊക്കെ വരുമ്പോഴത്തേക്കും നേരെ നമ്മുടെ കമ്പനിയിട്ട് വരുവാണ്. അവിടെ വന്ന് നമ്മളെ ചെയ്യാവുന്ന ഹെൽപ്പുകളെല്ലാം അവർ നമുക്ക് വേണ്ടി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. വൈഫ് അതിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യും. എൽദോന്റെ കണ്ണില് ശരിക്കും പറഞ്ഞ കണ്ണെന്ന് അറിയുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല, നമ്മള് ഇത് എന്താ പറയാ, സന്തോഷം കൊണ്ടാണ് അല്ലേ. അല്ല, അങ്ങനെ സപ്പോർട്ട് കിട്ടാന്ന് ഇന്നത്തെ കാലത്ത് ഒരു ഫാമിലി നിസ്സാര കാര്യമല്ല അത്. അപ്പോൾ നമ്മളിത് കണ്ണിൽ നോക്കുമ്പോൾ ശരിക്കും എൽദോന് ശരിക്കുള്ള ഒരു ഫീലിംഗ്, അതായത് ശരിക്കും അതുപോലത്തെ ഒരു എന്താ പറയുക സന്തോഷം കൊണ്ട്, അതായത് ഇതേപോലെ ഒരു ഫാമിലി കിട്ടാനായിട്ട് വളരെ അല്ലേ ബുദ്ധിമുട്ടുള്ള ആ കാര്യത്തിലൊക്കെ നമ്മൾ വൈഫും നമ്മുടെ പിള്ളേരും, കാരണം അവർ ജീവിച്ചു വന്നത് ആ ഒരു സാഹചര്യം വെച്ചിട്ടാണ്, ആ ഒരു സിറ്റുവേഷനിലാണ്. അതായത് ഇപ്പോൾ എൽദോ ജീവിച്ചതും 0 സ്റ്റാർട്ട് ചെയ്തു അല്ലേ. ഇപ്പോൾ ഈ 19 വർഷം നമ്മളൊരു ബിസിനസ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടിരിക്കുന്നത് അത് എൽദോന്റെ കാരണന്മാരുടെയും പിന്നെ ഈ പറഞ്ഞ പോലെ പ്രാർത്ഥനയും പിന്നെ ഈ പറഞ്ഞ പോലെ ഫാമിലിയുടെ സപ്പോർട്ടും അവരുടെ കഷ്ടപ്പാടും സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പൊ ഈ ഒരു ഈസി എന്ന ഒരു കമ്പനി ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് പോകുന്നത്. ഈ ബിസിനസ് അല്ലാണ്ട് എന്താണ് പ്രത്യേകിച്ചുള്ള ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂസിക്കൽ പരമായിട്ട് കുഞ്ഞിലേ മുതൽ നമുക്ക് എന്നോട് താല്പര്യമുള്ളതാണ്. ഞാനൊരു 5-6 വർഷത്തോളം കൊച്ചിൻ കലാഭവനിൽ തബല പഠിച്ചതാണ്. ടോമി എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ മാഷ്, കലാഭവൻ ടോമി. ഇത് ഇപ്പോഴും ഒത്തിരി മ്യൂസിക്കൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അവിടെ ഇപ്പോൾ ഈ അമേരിക്കയിലൊക്കെ നമ്മുടെ മൂവി സ്റ്റാറുകൾ വരുമ്പോൾ അവർക്ക് ഈ എല്ലാ മ്യൂസീഷ്യനെയും കൊണ്ടുവരിക പാടാണ്, പ്രത്യേകിച്ച് തബലിസ്റ്റുകളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം ഇവർ വരുമ്പോൾ നമ്മളെ തബലയായിട്ടും അല്ലെങ്കിൽ ഡ്രമ്മായിട്ടൊക്കെ സപ്പോർട്ടിന് വിളിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവരുടെയൊക്കെ കൂടെ പോയി കുറേ പ്രോഗ്രാംസുകളെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. മ്യൂസിക് നമുക്ക് ഒരു ഹോബിയാണ്. ഇപ്പം അതുകൂടാതെ നമ്മളെ ഇപ്പം ന്യൂജൻ ടെക്നോളജിയാണ് ഇപ്പോൾ അല്ലേ. ഇപ്പം ഈ ഒരു ബിസിനസ് അല്ല, വേറൊരു ബിസിനസ്, ഏതൊരു ബിസിനസ് ആയാലും സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് പുതിയതായിട്ട് തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാവുന്ന മെസ്സേജ് എന്താണ്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു നിങ്ങളുടെ ബിസിനസ് അല്ല, ഏത് ബിസിനസ് ആണെങ്കിലും അതിന് വേണ്ട ക്വാളിറ്റി എന്തൊക്കെയാണ് നമ്മൾ പ്രേക്ഷകർക്ക് ഒന്ന്? ആദ്യം നമുക്ക് വേണ്ടത് നമ്മൾ ചെയ്യുന്ന ആ ബിസിനസ് ഏതാണെന്ന് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ തന്നെ മനസ്സിലാക്കുക. നമ്മൾ 3-4 ആളുകളെ വിളിച്ച് ഒരു ബിസിനസ് ചെയ്യാമെന്ന് കരുതി ഒരാളും എക്സ്പെഷ്യലി ഇൻ കേരളത്തിൽ ബിസിനസ്സിന് ഇറങ്ങണ്ട എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. A to Z ആ ബിസിനസ്സിനെ കുറിച്ചും അതിനകത്ത് പണി ചെയ്യാമെന്നും, ഏത് എംപ്ലോയി വന്നില്ലെങ്കിലും ആ ക്യാപ്പിൽ ഞാൻ കയറി ഫില്ല് ചെയ്യുന്ന ഉറപ്പുള്ള ഒരാൾ മാത്രം ബിസിനസ്സിന് ഇറങ്ങിയാൽ മതി. എൻ്റെ കയ്യിൽ കുറേ കാശുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ആളുകളെല്ലാം വിളിച്ച് എനിക്ക് ബിസിനസ് ചെയ്യാമെന്ന് കരുതി ആരും ബിസിനസ്സിന് ഇറങ്ങണ്ട. ഏത് ബിസിനസ്സാണെങ്കിലും നമ്മളേൽ ആ ബിസിനസ്സിനെ കുറിച്ച് എല്ലാ A to Z കാര്യങ്ങൾ ഫുള്ളായിട്ട് ചെയ്യാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ മതി. ഇല്ലെങ്കിൽ വിജയിപ്പിക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം എംപ്ലോയി ഷോർട്ടേജ് നമ്മുടെ നാട്ടിലുണ്ട്. കാര്യം ഇവിടെ ജോലിയില്ലാന്നും പറഞ്ഞാണ് ആൾക്കാരൊക്കെ പുറത്തേക്ക് പോണത്. അവിടെ ചെല്ലുമ്പോൾ എന്താണെന്നുള്ളത് അത് വേറെ കാര്യം, അത് പോട്ടെ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ നാട്ടിൽ അതൊരു വലിയ പ്രശ്നമാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഇവിടെ മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് ആൾക്കാർ വന്ന് ഇവിടെ വന്ന് ജോലി എടുക്കുന്നത്. അവരുടെ ഗൾഫാണിത്, അവരുടെ ഗൾഫാണ്, മറ്റുള്ള സംസ്ഥാനക്കാരുടെ അല്ലേ. ഇവിടുത്തെ ആൾക്കാർ വേറെ സ്ഥലത്തേക്ക് പോകുന്നു. ശരിക്കും ഇവിടെ തന്നെ നല്ല ജോലികളുണ്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാവരും പുറത്ത് പോകുന്നു.
അല്ല, ഒന്ന് നമ്മൾ അതിനകത്ത് ഒന്ന് നമ്മളിവിടെ ജോലി ചെയ്യുന്ന ആളുകളെ നമ്മുടെ ആളുകൾ തന്നെ അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള വിഷയമുണ്ട്. അതാണ് മെയിൻ. ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്ന മെയിൻ കാര്യം ഇതാണ്. പിന്നെ അതിനകത്ത് വേറൊരു കാര്യം പറഞ്ഞാൽ ഇന്നത്തെ സോഷ്യൽ മീഡിയകളെ അല്ലെങ്കിൽ മറ്റുള്ള മീഡിയകളാണെങ്കിലും, അതായത് ഇവിടെ ഒന്നുമില്ല, ഇവിടെ മൊത്തം പ്രശ്നമാണ്, ഇവിടെ എന്ത് ചെയ്താലും ശരിയാവില്ല, ഇങ്ങനെ അവർ അമിതമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ളതായ അല്ലെങ്കിൽ റിയൽ അല്ലാത്ത കുറേ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് ഇവർ ഇറക്കി വിടുന്നുണ്ട്. എൻ്റെ തുറന്നൊരു അഭിപ്രായം ഞാൻ പറയുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ ആൾക്കാർ മറ്റുള്ളവർ അതിൻ്റെ മീഡിയ ആണല്ലോ എപ്പോഴും ആൾക്കാർക്ക് സ്വാധീനം കൊടുക്കുന്ന അതിനെ കുറച്ചും കൂടി ഒന്ന് ഗവൺമെൻറ് തലത്തിലേക്ക് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ കുറച്ച് നല്ലതാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഇവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളൊന്നും ശരിയൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പല ആൾക്കാരും പല ഈ ആളുകൾ ഇങ്ങനെ ഗൾഫിലേക്ക് അല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ആളുകളെ അവരുടെ നിന്ന് കാശ് മേടിച്ചിട്ട് പരസ്യം ഇട്ട് കൊടുത്തിട്ട് അതിന് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെ ഇവിടെ പ്രശ്നമാണെന്ന് കരുതി ആൾക്കാർ മൊത്തം അവർക്ക് കാശ് കൊടുത്തുകൊണ്ട് കയറും. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതല്ല, ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തോ ഗൾഫിൽ പോയ ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ പൾസും ഇവിടുത്തെ പൾസും അറിയാൻ പറ്റും. അത് ഇപ്പോൾ ഒരു അനുഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ പറയുകയാണ്. നമ്മൾ നേരിട്ട് കണ്ട വ്യക്തി അല്ലേ, പല കാരണങ്ങളാണ് അനുഭവങ്ങളാണ്. അത് തന്നെയാണ് നമ്മുടെ ഒരു ഡ്രീം മീഡിയയിലുള്ള ഒരു എന്താ പറയുക ഹൈലൈറ്റ്. നമ്മൾ നിങ്ങളുടെ ജീവിത രീതികൾ അത് മറ്റുള്ളവരിലേക്ക് അറിയിക്കുക. അപ്പോൾ ഇത്ര നേരം ഒത്തിരി കാര്യങ്ങൾ, അത് ബിസിനസ്സെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും കുറേ കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അറിയാൻ സാധിച്ചു. അപ്പോൾ ഇനിയും കൂടുതൽ ബ്രാഞ്ചുകളും കൂടുതൽ പ്രൊഡക്റ്റുകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.